ഫെബ്രുവരി 1-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് എക്കണോമിക് സർവേ, ഇന്ത്യൻ എക്കണോമിയുടെ ഔട്ട്ലുക്ക് ആയിട്ട് എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്കണോമിക് സർവേയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആർട്ടിക്കിളുകൾ, ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചുള്ള ഒരുപാട് ആർട്ടിക്കിളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലെ എല്ലാ ആർട്ടിക്കിളും നമ്മൾ കവർ ചെയ്യുന്നില്ല, അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഫണ്ടമെന്റൽസ് വളരെ റോബസ്റ്റ് ആണ്. ഈവൻ ദോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ സൈഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും, സാഹചര്യം അത്ര അനുകൂലമല്ലെങ്കിൽ പോലും ഇന്ത്യൻ എക്കണോമിയുടെ ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലാണ് എക്കണോമിക് സർവേ വന്നിട്ടുള്ളത്, അതിന്റെ ഒരു ഔട്ട്ലുക്ക് പറയുന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ എന്താണ് കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 2025-26 സാമ്പത്തിക വർഷം, അതായത് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം ഇന്ത്യൻ എക്കണോമി 6.3%-നും 6.8%-നും ഇടയിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും, GDP ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് 6.4% നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ സ്ലൈറ്റ്ലി ഹയർ ആയിട്ടുള്ള രീതിയിലേക്ക് പോകും എന്നാണ് എക്കണോമിക് സർവേ കണക്കുകൂട്ടുന്നതായിട്ടുള്ളത്. ഇന്ത്യൻ എക്കണോമിയുടെ ഫണ്ടമെന്റൽസ്, അടിസ്ഥാന ആശയങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതും, നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരും, കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കുറയും എന്നും ഒക്കെയുള്ള കണക്കുകൂട്ടലുകളാണ് എക്കണോമിക് സർവേയിൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈവൻ ദോ ഒരുപാട് എക്സ്റ്റേണൽ ചാലഞ്ചസ്, ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ എക്കണോമിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു ഗ്രോത്തും കുറച്ച് കാലങ്ങളായിട്ട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടും ഗ്ലോബൽ അൺസർട്ടനിറ്റി കാരണമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ, ഈ ഒരു സ്ലോ ഡൗൺ അതൊരു ടെമ്പററി ആണെന്നും വീണ്ടും കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരും എന്നുള്ളതാണ് എക്കണോമിക് സർവേ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് 2047 കൂടിയിട്ട് ഒരു ഡെവലപ്ഡ് കൺട്രി ആകുക എന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഗോൾ. അതിന് ഇന്ത്യക്ക് ഏകദേശം 8% ആനുവൽ ഗ്രോത്ത് റേറ്റ് ആവശ്യമാണ്, അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തേക്കെങ്കിലും. അപ്പൊ ഇത് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ എക്കണോമിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് GDP-യുടെ 31%-ൽ നിന്ന് 35%-ലേക്ക് കൊണ്ടുവരുന്നത്, വർദ്ധിപ്പിക്കുന്നത് വഴി ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് എക്കണോമിക് സർവേയിൽ പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ടെൻഷൻസ് കാരണം, റഷ്യ ഉക്രൈൻ യുദ്ധം അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ്, അതുപോലെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഗ്ലോബലൈസേഷനെ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്കണോമീനെ, അതായത് ഡൊമസ്റ്റിക് എക്കണോമീനെ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലുള്ള കൂടുതൽ ഫോക്കസ് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഗ്രോത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, പോളിസി റീഫോംസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, റെഗുലേഷൻസിൽ നിന്നും കുറച്ചുകൂടി അയവ് വരുത്തി ഡീറെഗുലേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്, മൈക്രോ മാനേജ്മെന്റ് കുറച്ചുകൊണ്ട് ഓവറോൾ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ്സുകൾക്ക് ഗവൺമെന്റിൽ ട്രസ്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള പോളിസികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ എക്കണോമിക് സർവേയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നൊക്കെ വിളിക്കും. അത് നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയുള്ള ഒരു അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആവശ്യമാണ് എന്നും എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സുകൾ അവരുടെ കോർ ആക്ടിവിറ്റീസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതേസമയത്ത് ഗവൺമെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസ് അവയെ ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ നിന്നൊക്കെ പിന്നോട്ട് പോകണം. പ്രത്യേകിച്ചും ഒരു റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള പോളിസീസ് ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് മാറണം എന്നും എക്കണോമിക് സർവേ പറയുന്നുണ്ട്. അത് ഗവൺമെന്റുകളും ബിസിനസ്സുകളും തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്, ഗവൺമെന്റ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ആ ഒരു ട്രസ്റ്റ് ഇല്ലായ്മ, വിശ്വാസമില്ലായ്മ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുകൾക്ക് ഗവൺമെന്റിന്റെ മേലെ വിശ്വാസം ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് ബിസിനസ്സുകൾ കൂടുതൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുക. അതും നമ്മുടെ സിറ്റിസൻസിന് കൂടുതൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ എക്കണോമിക് ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നതാണ്. മറ്റൊന്നാണ് സസ്റ്റൈനബിൾ ഗ്രോത്ത്, അതുപോലെ തന്നെ ഡെവലപ്മെന്റിനും ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ് അതിന് വേണം, എന്റർപ്രണർഷിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഫയൽ പ്രോസസ്സുകളും, റെഡ് ടൈപ്പിസം എന്ന് പറയുന്നത് കാണുന്നുണ്ട്, ഫയൽ മൂവ്മെന്റ് ബ്യൂറോക്രസിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ആ ഒരു റെഡ് ടൈപ്പിസത്തേക്ക് ഒഴിവാക്കേണ്ട ആവശ്യകതയൊക്കെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് ഫൈനാൻഷ്യൽ ഇയർ 2025 6.4% ആണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ഫൈനാൻഷ്യൽ അടുത്ത വർഷത്തേക്ക് ഈ ഒരു 7% ഒരു ഗ്രോത്ത്
അടുത്ത് പ്രൊജക്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് ജി ഡി പ്രൈവറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് 61.8% വർദ്ധിക്കും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓരോ വർഷവും പ്രൈവറ്റ് കൺസംഷനെ കുറിച്ചുള്ള ഡാറ്റ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കൂടുതൽ, അതായത് നമ്മുടെ എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതൽ കോമ്പണന്റ് പ്രൈവറ്റ് കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത, ഡൽഹിയിലെ ഗ്രൗണ്ട് വാട്ടറിൽ, കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ ഡൽഹി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിലാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഡൽഹിയിലെ ഗ്രൗണ്ട് വാട്ടറിൽ കാണാനിടയായിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 11ഓളം ജില്ലകളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. യമുന നദിയുടെ വെള്ളം, സോയിലും എല്ലാം തന്നെ ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൽഹി ഗവൺമെന്റിന് ഒരു ഇന്ററിം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ ഒരു വർഷത്തോടു കൂടി പിന്നീട് ഈ ഒരു ഫൈനൽ റിപ്പോർട്ട് വരും എന്നാണ് കരുതുന്നത്. മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ, അല്ലെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾ. അപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് തന്നെയാണ്, പക്ഷെ 5 mm താഴെ മാത്രം സൈസ് ഉള്ളതാണ്. അപ്പോൾ ഇത് ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് റിസ്ക് ഉണ്ടാവും. നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിലേക്കൊക്കെ പോവാം. അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള രോഗങ്ങൾ, റെസ്പിറേറ്ററി, അതുപോലെ ഡെവലപ്മെന്റൽ ഇഷ്യൂസിലൊക്കെ ഉണ്ടാക്കാൻ കാരണമുണ്ട്. കൂടാതെ ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് ടോക്സിക് ആയി മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എത്രമാത്രം ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്സ് ഒരു വെള്ളത്തിലോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലോ ഉണ്ടാവാം എന്നുള്ളതിന്റെ ഒരു അപ്പർ ലിമിറ്റ് ഒന്നും ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ 2017 സ്റ്റഡിയിൽ തന്നെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഡൽഹിയിലെ ടാപ്പ് വാട്ടറിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കറന്റ് ആയിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റംസ്, വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന സിസ്റ്റംസ് ഉണ്ട്, അതിനൊന്നും അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ എക്സ്പേർട്സ് ഡൽഹിയിലെ ഈ ഒരു കണ്ടെത്തലിന് മേലെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും കൂടുതൽ സ്റ്റഡീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ദ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തീരെയാണ് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്തത്, ഇന്ത്യയുടെ ടൈഗർ പോപ്പുലേഷനിൽ 30% ഗ്രോത്ത് ആണ് കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 2 ഡെക്കേഡ്സുകളായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് ആണ്, അല്ലെങ്കിൽ എടുത്തിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആണ് എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ടൈഗർ പോപ്പുലേഷൻ, കടുവകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 30% ഇൻക്രീസ് ആണ് കഴിഞ്ഞ 2 ഡെക്കേഡ്സ് ആയിട്ട്, അതായത് 20 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ലാൻഡ് ഷെയറിംഗ്, അതുപോലെ തന്നെ ലാൻഡ് സ്പെയറിംഗ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഒരേ സമയത്ത് എൻവയോൺമെന്റൽ കൺസർവേഷന് വേണ്ടിയിട്ടും അതുപോലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഐഡിയ കീപ്പ് ചെയ്ത് വഴി ഇത്തരത്തിലുള്ള ഈ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ വർദ്ധിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഒരു കടുവയുടെ പോപ്പുലേഷനെ വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 85% ബ്രീഡിംഗ് ടൈഗറിന്റെ പോപ്പുലേഷൻ ഉള്ളത് പ്രൊട്ടക്റ്റഡ് ഏരിയാസിലാണ്, അതുപോലെ തന്നെ കോറിഡോഴ്സിൽ തന്നെയാണ്. അവിടെ ഉപയോഗിച്ചുള്ള കൃത്യമായിട്ടുള്ള ലാൻഡ് പ്രാക്ടീസസുകൾ അതുവഴി ടൈഗേഴ്സിന് അവയുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ടൈഗേഴ്സ് ഇന്ന് 66 മില്യൺ ആൾക്കാരുടെ ഇടയിലാണ് കോഎക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. പക്ഷേ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോഎക്സിസ്റ്റൻസ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകളെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടൈഗർ പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസും അതുപോലെ തന്നെ ലോവർ ഫോറസ്റ്റ് ഡിപ്പെൻഡൻസും ഉള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ടൈഗർ റിക്കവറി വളരെ കൂടുതലായിട്ട് കണ്ടു എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേസമയത്ത് പോവർട്ടി ഉള്ള, കോൺഫ്ലിക്റ്റ് ഉള്ള സ്ഥലങ്ങളിലായിട്ടുള്ള ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കടുവകളുടെ പോപ്പുലേഷൻ കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ നിലവിൽ ഏകദേശം 1,57,000 സ്ക്വയർ കിലോമീറ്റർ ടൈഗർ ഹാബിറ്റാറ്റ് നിലവിൽ വാക്കന്റ് ആണ്. ബിക്കോസ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ തുടങ്ങിയിട്ടുള്ള കാരണങ്ങളാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ലോകത്തുള്ള ടൈഗേഴ്സിന്റെ 70% ടൈഗേഴ്സും നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ് എന്നുകൂടി ഓർത്തു വെക്കാം. 2006 1411 ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ 2024 എത്തുമ്പോൾ അത് 2,226 ആയിരുന്നു. 2018 സർവേ നടത്തിയപ്പോൾ 2,967 ടൈഗേഴ്സിനെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ മേഘാലയ CM, അതായത് മേഘാലയയിൽ വെച്ചിട്ട് ഒരു ഫോസിൽ
സ്റ്റോളൻ മോഷണം പോയിട്ടുണ്ട്. അതിനെ റിക്കവറി ചെയ്യുന്നതിനെ കുറിച്ച് മേഘാലയ CM പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മേഘാലയത്തെ ഒരു കേവിൽ ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേയുള്ള വേലിന്റെ തിമിംഗലത്തിന്റെ ഒരു ഫോസിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഫോസിലാണ് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേയുള്ള വേൽ ആൻസിസ്റ്ററിന്റെ ഒരു ബോൺ ആണ് ഉണ്ടായിരുന്നത്. തൊലിഗ്രേ വില്ലേജ് സൗത്ത് ഗാരോ ഹിൽസ് മേഘാലയയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോസിൽ വളരെ വേഗത്തിൽ റിക്കവറി ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് ഈ ഒരു മേഘാലയ CM പറഞ്ഞിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ലാൻഡ് എന്ന് വെച്ചാൽ ഗാരോ ട്രൈബൽ ലാൻഡ് കസ്റ്റോഡിയൻ ആയിട്ടുള്ള നോക്മ, ഒരു നെയിം ആണ് നോക്മ. ആ ഒരു ടൈറ്റിൽ ഉള്ള വ്യക്തിയുടെ കീഴിലാണ് പോകുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് വാദിക്കുന്നതായിട്ടുള്ളത്. കാരണം ഈ ഒരു ട്രൈബൽ പീപ്പിൾ ആണ് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത്, നമ്മുടെ രാജ്യത്ത് എക്കണോമിക് സർവേയിൽ നമ്മുടെ ഇന്ത്യയെ ഗ്രോത്തിനെ സംബന്ധിച്ചുള്ള കുറച്ച് ഡാറ്റാസ് കാണുന്നുണ്ട്. അതായത് ഈ ഒരു എക്കണോമിക് സർവേയിൽ നമ്മുടെ എക്കണോമിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് എഡിറ്റോറിയൽ പരിശോധിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് പാൻഡമിക്കിന് ശേഷം 2020 ശേഷം ഇന്ത്യൻ എക്കണോമി ഗ്രോത്ത് നമ്മൾ വിചാരിച്ച 8% ഗ്രോത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. റുപ്പി US ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വീക്കൻ ആവുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ്പോർട്ടുകൾ കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നതായിട്ടുള്ളത്. കൂടാതെ ഡൊമസ്റ്റിക് ഡിമാൻഡ്, രാജ്യത്തിന് അകത്തുള്ള ഡിമാൻഡും കുറഞ്ഞിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റുകളും കാര്യമായിട്ട് കുറയുന്ന ഒരു സാഹചര്യമാണ്. അതേസമയത്ത് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റുകളും വളരെ വീക്കാണ്. ഈവൻ ഗവൺമെന്റ് 30% കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായത് അത് 23%ലേക്കൊക്കെ കുറച്ചു കൊടുത്തിട്ട് പോലും ഈ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, കൂടുതൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകളോ വരുന്നില്ല എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 16% വർദ്ധിച്ചിട്ടുണ്ട് ഓരോ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ കോർപ്പറേറ്റുകളുടെ, വലിയ കമ്പനികളുടെ സ്പെൻഡിങ് നോക്കുമ്പോൾ അത് വെറും 6% വർധനവുമായിട്ടാണ് ഉള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അതേ സമയത്ത് US ഗവൺമെന്റ് പുതിയതായിട്ട് അധികാരത്തിൽ വന്ന ഈ ട്രംപിന്റെ നയങ്ങളും ഈ ഒരു വിഷയത്തിൽ പലതരത്തിലുള്ള അൺസർട്ടിനിറ്റി, ട്രേഡുമായി ബന്ധപ്പെട്ടും ടാക്സസുമായി ബന്ധപ്പെട്ടൊക്കെ അൺസർട്ടിനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക് സർവേ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു എക്കണോമിക് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റിലെ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് വളരെയധികം കുറയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടാതെ ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താനും അവയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ കോമ്പറ്റീറ്റീവ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിലെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനും പറയുന്നുണ്ട്. അതേസമയത്ത് എക്കണോമിക് സർവേ നമ്മുടെ രാജ്യത്തുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ട പോളിസികളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇമ്പോർട്ട് കുറക്കുക, അതുപോലെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് പോലുള്ള സ്കീംസ് കുറിച്ച് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ റെഗുലേറ്റേഴ്സ് അവര് പ്രത്യേകിച്ചും അവരെടുക്കുന്ന ആക്ഷൻസിന് റെസ്പോൺസിബിൾ ആയിരിക്കണം, സിറ്റിസൺസിനെ പോലെ അത് എന്നും എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത മ്യാൻമാറിലുള്ള ക്രൈസിസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് മ്യാൻമാറിലെ ക്രൈസിസ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ മ്യാൻമാർ എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യത്ത് 2021 ഫെബ്രുവരിയിൽ ഒരു മിലിറ്ററി അട്ടിമറി നടന്നിട്ടുണ്ടായിരുന്നു, മിലിറ്ററി കൂപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വലിയ എക്കണോമിക് ടെർമോയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ടെർമോയിൽ ആണെന്ന് പറയാൻ പറ്റും. അവിടുത്തെ ഗവൺമെന്റ് ട്രൂപ്പുകളും അതുപോലെ തന്നെ അവിടുത്തെ എത്നിക് ആയിട്ടുള്ള ആംഡ് ഓർഗനൈസേഷൻ EAO പോലുള്ള ഓർഗനൈസേഷൻ തമ്മിൽ വലിയൊരു ആഭ്യന്തര യുദ്ധമാണ് നടക്കുന്നതായിട്ടുള്ളത്. ഏകദേശം 28,000-ഓളം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, 6,200-ഓളം മരണങ്ങളുണ്ടായി. ഏകദേശം 3.3 ദശലക്ഷം 33 ലക്ഷത്തോളം ആൾക്കാരെ ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് മ്യാൻമാറിൽ എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ മ്യാൻമാറിൽ കറണ്ട് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർ ഡിവൈഡഡ് ആണ്. ഒരു സൈഡിൽ മിലിറ്ററിയുടെ കൺട്രോളിൽ ഏരിയ ഉണ്ട്, പ്രത്യേകിച്ചും സെൻട്രൽ റീജിയനിൽ. പക്ഷേ അതേ സമയത്ത് ചുറ്റുമുള്ള പെരിഫറൽ റീജിയൻസ് എല്ലാം തന്നെ എതിർക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളാണ് ഉള്ളതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മിലിറ്ററി ഫോഴ്സ് ആണെങ്കിൽ അവരിവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കാഷ്വാലിറ്റീസും പരിക്കും മരണങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യമാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. ഇതൊരു ആസിയാൻ കൺട്രി ആണെങ്കിൽ പോലും ആസിയാന് കാര്യമായിട്ടുള്ള ഒരു ഇടപെടലിന് പറ്റിയിട്ടില്ല. ബിക്കോസ് അവിടെ മിലിറ്ററി ആണ് അധികാരത്തിലുള്ള, അല്ലെങ്കിൽ മിലിറ്ററി ആണുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ
അവിടെ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് മിലിറ്ററി വില്ലിങ് ആവണം എന്നുള്ളതാണ്. പക്ഷേ മിലിറ്ററി ആണെങ്കിൽ വയലൻസിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടും സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ശ്രമിക്കുന്നത്. ഈവൻ ദോ അവർക്ക് രാജ്യത്തിന്റെ പകുതി പ്രദേശത്തിലും കൺട്രോൾ ഇല്ല എങ്കിൽ. അതിനിടയിൽ ആസിയാൻ ഒരു 5 പോയിന്റ് കൺസെൻസസ് കൊണ്ടുവന്നു. 5 പോയിന്റ് കൺസെൻസസ് കൊണ്ടുവന്നിട്ടായിരുന്നു മ്യാൻമാറിലെ ഇഷ്യൂവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഫെയിൽഡ് ആയിപ്പോയി. ബിക്കോസ് ഈ ഒരു ചർച്ചകളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല. രണ്ട് സൈഡുകളും തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ നെയ്ബേഴ്സിന്റെ ചാലഞ്ചസ് നോക്കുമ്പോൾ, അതായത് ഇന്ത്യ നെയ്ബർ ആണ്, ഇന്ത്യക്ക് ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ചൈനയും നെയ്ബർ ആണ്. ഇവരെല്ലാം തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്റേണൽ ആയിട്ട് ഈ രണ്ട് ഗ്രൂപ്പുകളും അത്തരം ഒരു ചർച്ചയ്ക്ക് വില്ലിങ് അല്ലാത്തത് കൊണ്ട് അവിടെ എന്താണ് ഒരു പ്രശ്നത്തിലേക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതേസമയത്ത് ചൈനയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മ്യാൻമാറിലെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ വെസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് കുറക്കുന്നതിന്, വെസ്റ്റേൺ കൺട്രീസിന്റെ ഇൻവോൾവ്മെന്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയുടെ ഇൻവോൾവ്മെന്റ് വർദ്ധിപ്പിച്ച സാഹചര്യമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ആധാർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആക്സസിന് വേണ്ടി, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ആ പ്രൈവറ്റ് അതോറിറ്റീസിനും ആധാർ ഓതന്റിക്കേഷൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ UIDAI കൊണ്ടുവന്നു എന്നുള്ളതാണ് വാർത്ത. UIDAI എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ ഒരു പുതിയ റൂള് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ UIDAI പുതിയ ആധാർ ഓതന്റിഫിക്കേഷൻ ഫോർ ഗുഡ് ഗവേണൻസ്, സോഷ്യൽ വെൽഫെയർ, ഇന്നോവേഷൻ, നോളജ് അമെൻമെന്റ് റൂൾസ് 2025 കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് എൻറ്റിറ്റീസിനും ആധാർ ഓതന്റിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ ഇൻകം ടാക്സിൽ നമ്മൾ ഈ ഒരു സൈൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ആധാർ നമ്പർ കൊടുത്തിട്ട് നമ്മുടെ OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ സൈൻ ചെയ്തതിന് തുല്യമായിട്ട് മാറും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനെയാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അത് നമ്മൾ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യുന്ന പോലെയായി, അല്ലെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യുന്ന പോലെയായി. പക്ഷെ ഇത് പ്രൈവറ്റ് ഏജൻസികൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് മിനിസ്ട്രി UIDAI പറയുകയാണ് നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. ഈ ഒരു അമെൻഡഡ് ആയിട്ടുള്ള റൂൾ പ്രകാരം, അതായത് പബ്ലിക് ഡാറ്റ ലീക്കേജ് ചെയ്യുന്നതിനെ തടയുന്നുണ്ട്. ആധാറിന്റെ യൂസ് പ്രത്യേകിച്ച് ഗവേണൻസ് പർപ്പസിന് വേണ്ടിയിട്ടും ഇന്നോവേഷന് വേണ്ടിയിട്ടും സോഷ്യൽ വെൽഫെയറിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പ്രൈവറ്റ് സെക്ടറിലെ ഏജൻസീസിനും അവർക്ക് നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഒരു പ്രൂഫ് അവിടെ കൊടുക്കണമല്ലേ. അതിനു പകരം അവർക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് ആ മെസ്സേജ് ആധാർ വെച്ച് വെരിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിലും നമ്മൾ ഐഡന്റിറ്റി കാർഡ് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ കാണിക്കേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ആധാർ വെച്ചിട്ട് അത് നമ്മൾ തന്നെയാണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു UIDAIയുടെ ഈ ഒരു അപ്ലിക്കേഷൻ കൊണ്ടുള്ള ഉപയോഗം എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഫെബ്രുവരിയിലെ ക്ലൈമറ്റ് കുറെ കൂടി വാമറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീറ്റ്, ഫ്രൂട്ട്, വെജിറ്റബിൾസ് തുടങ്ങിയിട്ടുള്ള ക്രോപ്പുകളെ ഇത് സാരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വാർത്ത പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ നോർമൽ ടെമ്പറേച്ചർ ഫെബ്രുവരിയിൽ സാധാരണ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിനേക്കാൾ ഉയർന്ന ടെമ്പറേച്ചർ ആണുള്ളത്. അതേസമയത്ത് റെയിൻഫോൾ സാധാരണ ഉള്ളതിനേക്കാൾ കുറവാണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് സ്വാഭാവികമായിട്ടും റാബി ക്രോപ്പുകളായിട്ടുള്ള വീറ്റ്, മസ്റ്റാർഡ്, ചിക്പി തുടങ്ങിയിട്ടുള്ള ക്രോപ്പുകളെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. വീറ്റ് പ്രത്യേകിച്ചും അതിന്റെ ഫ്ലവറിങ് അതുപോലെ തന്നെ ഗ്രെയിൻ ഫില്ലിംഗ് സ്റ്റേജുകളിലാണുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു ചൂട് കൂടുതലാണ് എന്നുള്ളത് അതിന്റെ yield കുറയുന്നതിന് വേണ്ടി, പ്രൊഡക്ടിവിറ്റി കുറയുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ വാമർ ടെമ്പറേച്ചേഴ്സ് ക്രോപ്പുകളായിട്ടുള്ള ആപ്പിൾ, അതുപോലെ തന്നെ ടെമ്പറേറ്റ് സ്റ്റോൺ ഫ്രൂട്ട് തുടങ്ങിയിട്ടുള്ളവ അവയുടെ ഫ്രൂട്ടിന്റെ ക്വാളിറ്റി മോശമാവുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ yield കുറയുന്നതിന് വേണ്ടിയിട്ടും കാരണമാകും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് ഇതിന്റെ റിസ്ക് കൂടുതലായിട്ടുള്ളത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ചെറിയൊരു എഫക്റ്റ്, പ്രത്യേകിച്ച് ഫേവറബിൾ ആയിട്ടുള്ള റെയിൻഫോളുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ പറയുന്നതായിട്ടുള്ളത്. അതായത് പ്രൈവറ്റ് സെക്ടർ ഇന്ത്യൻ എക്കണോമിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരണം, അതുവഴി എക്കണോമിക് ഗ്രോത്തിന് കാരണമാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആനന്ദ് നാഗേശ്വരൻ അദ്ദേഹം പറയുന്നത് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്തിന്റെ, ഡൊമസ്റ്റിക് എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവറായി മാറണം, ഗവൺമെന്റിന്റെ കൺട്രോൾ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ GDPയുടെ 31% ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നതായിട്ടുള്ളത്. അതിനെ 35% വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുവഴി എക്കണോമിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യും, എക്കണോമിക് ഗ്രോത്തിന് കാരണവും ഇൻവെസ്റ്റ്മെന്റിൽ നല്ല എഫിഷ്യൻസി ഉണ്ടാവും. അത് നമ്മുടെ രാജ്യത്തിന്
ഗുണകരമാകും എന്നാണ് പറയാനായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിയമ സംവിധാനങ്ങളൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തതിന് വേണ്ടിയിട്ടോ എന്റർപ്രണർഷിപ്പിന് വേണ്ടിയിട്ടോ വില്ലിങ് ആവാതിരിക്കാൻ കാരണം. അതേപോലെ തന്നെ ഈ ഒരു കോംപ്ലയൻസ് കോസ്റ്റുകളും ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും റിട്ടേണുകളും അതും ഇതും ഒക്കെ ഫിൽ ചെയ്യണമെങ്കിൽ വലിയ ചെലവുണ്ട്. അപ്പോൾ ഈ ഒരു എക്കണോമിക് ഫ്രീഡം ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിന് എക്കണോമിക് ഫ്രീഡം നൽകിക്കൊണ്ട് കൂടുതൽ ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരുന്നതിനും കൂടുതൽ ഇന്നോവേഷനും എന്റർപ്രണർഷിപ്പിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ്. അതിന് അദ്ദേഹം പറയുന്നത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, പൊല്യൂഷൻ കൺട്രോൾ, ലേബർ കോഡുകൾ തുടങ്ങിയിട്ടുള്ളവയിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക, ഡീറെഗുലേറ്റ് ചെയ്യേണ്ട ഗവൺമെന്റ് ഇടപെടൽ ഒഴിവാക്കേണ്ട സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ ഒഴിവാക്കുക, ഡീറെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി താരിഫുകൾ ഇൻഡസ്ട്രീസിന് കുറച്ചു കൊടുക്കുക തുടങ്ങിയുള്ള ഒരുപാട് സജഷൻസ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻക്രിമെന്റൽ ആയിട്ട് ഡീറെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സെക്ടർ സ്പെസിഫിക് ആയിട്ട് ലിബറലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെക്ടറുകളിൽ ഗ്രോത്ത് ഉണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടാവും. അത് രാജ്യത്തിന്റെ ഓവറോൾ എക്കണോമിക് ഗ്രോത്തിനും രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഓതർ അദ്ദേഹം ചീഫ് എക്കണോമിക് അഡ്വൈസർ പറയുന്നതെന്ന് കൂടി ഓർത്തു വെക്കുന്നുണ്ട്. അടുത്തത് എക്കണോമിക് സർവേയിൽ ഇന്ത്യയുടെ ഡെപ്റ്റ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് അല്ലെങ്കിൽ കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ ഒരു വിഷയം പ്രത്യേകിച്ചും ക്രെഡിറ്റ് കൺട്രോൾ വേണമെന്നൊക്കെ RBI പറഞ്ഞത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാൻഡമിക്കിന് ശേഷം അതായത് COVID-19 ശേഷം ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഡെപ്റ്റ് മാർക്കറ്റ് ബോണ്ടുകളും മറ്റുമൊക്കെ വിൽക്കുന്ന മാർക്കറ്റുകളിൽ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. കോർപ്പറേറ്റ് ബോണ്ടുകളുടെ ഇഷ്യൂവൻസ് അതായത് കോർപ്പറേറ്റ് കമ്പനികൾ അവർ പണം സ്വരൂപിക്കുന്നതിനായിട്ട് അവരുടെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. അത് 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 7.3 ലക്ഷം കോടിയുടേത് മാത്രമാണ്. അതായത് ഒരു മാസം 0.8 ലക്ഷം കോടിയുള്ളത്. ഇത് കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് GDPയുടെ വെറും 18% മാത്രമാണ്. അതേ സമയത്ത് സൗത്ത് കൊറിയയിൽ ഇത് 80%, ചൈനയിലാണെങ്കിൽ ഇത് 36% ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഫണ്ടുകളും റേസ് ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റുകളിലൂടെയാണ്. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റാത്ത അവസരമാണെന്ന് ഓർത്തുക. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും അവരെന്ത് ചെയ്യാണ് കൂടുതൽ ബോറോ ചെയ്യുകയാണ്. അതും പ്രത്യേകിച്ചും ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ കടം കിട്ടുകയുള്ളൂ എന്നതും മറ്റൊരു ചാലഞ്ച് ആയിട്ട് മാറുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു എക്കണോമിക് സർവേയിൽ ഈ ഒരു കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിലേക്കുള്ള എൻട്രി കോസ്റ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് എല്ലാ ആൾക്കാർക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും സെക്കൻഡറി മാർക്കറ്റുകൾ കൃത്യമായിട്ട് ഇല്ലാത്തതും അതിന്റെ ലിക്വിഡിറ്റി കാരണം ഒരാൾ ബോണ്ട് വാങ്ങി ആ ബോണ്ട് അതിന്റെ ഇടയിൽ വെച്ച് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള ഓപ്ഷൻസ് പരിമിതമാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കോർപ്പറേറ്റ് ബോണ്ടുകളുടെ ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി സെക്കൻഡറി മാർക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യ അൾട്ടർനേറ്റീവ് എനർജീസ് കണ്ടെത്തുന്നതുവരെ ഇന്ത്യയുടെ കോൾ പവർ പ്ലാന്റുകൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല എന്നാണ് എക്കണോമിക് സർവേയിൽ പറയുന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് എനർജി റിക്വയർമെന്റ് ആവശ്യമുണ്ട്, അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ അതേ സമയത്ത് സസ്റ്റൈനബിൾ എനർജി പ്രാക്ടീസസിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ബെസ്റ്റ് റിസോഴ്സസിനെ ഹാർനസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഇന്ത്യ ഒരു 2047 ഒരു ഡെവലപ്ഡ് നാഷൻ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ നിലവിൽ തന്നെ അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിനല്ല അതിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ലോ കാർബൺ പാത്ത് വേ എൻഷുർ ചെയ്തുകൊണ്ട് വേണം ഇന്ത്യ എക്കണോമിക് ഗ്രോത്തിനെ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോകണമെന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ കോൾ പ്ലാന്റുകൾ മുഴുവൻ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടില്ല, എനർജി സെക്യൂരിറ്റി ഉണ്ടാവില്ല. അതുപോലെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റുകൾ എനർജി ട്രാൻസിഷന്റെ പ്രധാനപ്പെട്ട കീ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എനർജി അവൈലബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഒരു കംപ്ലീറ്റ് ട്രാൻസിഷനിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ മുന്നേ പല എക്കണോമീസും എനർജി ട്രാൻസിഷൻ നടത്തിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് കാരണമൊക്കെ. പക്ഷേ എമിഷന്റെ ടാർഗറ്റുകളൊന്നുമല്ല, പക്ഷേ സ്റ്റിൽ അവര് ഫോസിൽ ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യമാണെന്ന് ഓർത്തുക. അതായത് ഫ്രാൻസ് അവരുടെ ന്യൂക്ലിയർ പവർ 1970കളിൽ തന്നെ ഓയിലുകളുടെ വില കൂടുന്നത് കൊണ്ട് ന്യൂക്ലിയർ ഫ്യൂവലിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ REPowerEU പ്ലാൻ ഉണ്ട്. ഏകദേശം 10 ബില്യൺ യൂറോ ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതും റഷ്യൻ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് കുറക്കുക എന്നുള്ളതൊക്കെയാണ്
യൂറോപ്യൻ യൂണിയന്റെ ഉദ്ദേശങ്ങൾ. ഇതേപോലെ US ഗവൺമെന്റും ഓയിൽ ഡ്രില്ലിംഗ് പ്രോജക്റ്റുകൾ 2023 ഓയിൽ ഡ്രില്ലിംഗ് പ്രോജക്റ്റുകളിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോസിൽ ഫ്യൂവലുകളെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അതിനിടയിൽ ഇന്ത്യ ചാടിക്കേറി കോൾ പ്ലാന്റുകൾ അടച്ചു പൂട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ 50% എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും കോൾ പ്ലാന്റുകളെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ളത്. 2010 ഇന്ത്യ അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യരുത്. അത് കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. എനർജി ഉറപ്പുവരുത്താൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം തന്നെ വേസ്റ്റ് ആയി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നെറ്റ് സീറോ എമിഷൻ 2070 അച്ചീവ് ചെയ്യുന്നതിൽ ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് കൂടുതൽ റിന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ട് ഇന്നോവേഷൻ, ബാറ്ററി ടെക്നോളജി, ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ എനർജി ട്രാൻസിഷനിലേക്കും അതുപോലെ തന്നെ എനർജി സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് സ്റ്റിൽ അവർ ഫോസിൽ ഫ്യൂൽസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനിടയിൽ നമ്മൾ ഈ ഒരു ഫോസിൽ ഫ്യൂൽസിന്റെ ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണം, റിന്യൂവബിളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതേ സമയത്ത് റിന്യൂവബിൾ എനർജിയിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ കൺജഷൻ കോസ്റ്റ് കൂടുതലാണ്. പ്രത്യേകിച്ച് മിക്സഡ് ആയിട്ടുള്ള എനർജി സിസ്റ്റത്തെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കൺജഷൻ കോസ്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളതും ക്രിറ്റിസിസം ആയിട്ട് വരുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ MSME സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി റെഗുലേറ്ററി ഫ്രെയിംവർക്കുകളിനെ ഒന്ന് ചെയ്യണം. കാരണം ഭയങ്കര ടൈറ്റ് ആയിട്ട് MSME പിടിച്ചു കഴിഞ്ഞാൽ അവയുടെ ഗ്രോത്തിനെയും ഇന്നോവേഷനെയും ഒക്കെ അത് ബാധിക്കും എന്നുള്ളതാണ് എക്കണോമിക് സർവേ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. നമ്മുടെ രാജ്യത്ത് MSMEയിൽ ഏകദേശം 23.24 കോടി ആൾക്കാരാണ് ജോലി ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു MSMEയുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് കൃത്യമായിട്ട് കോംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ആൾക്കാർ വില്ലിങ് ആവുന്നില്ല. അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട്, ഇന്നോവേഷനെ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഗ്രോത്തിനെ ഒക്കെ ബാധിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ MSMEs നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളിലാണ്. തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നോവേഷൻ കാരണമാകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ ടൈറ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി കോംപ്ലയൻസസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനെ വളരെയധികം ലിമിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചും അതിൻ്റെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, സ്കിൽഡ് ലേബർ ആയിക്കോട്ടെ, ടെക്നോളജിയിൽ എന്നാണ് പറയുന്നത്. പല MSME സ്ഥാപനങ്ങളും ഈ ഒരു റെഗുലേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരലൽ ഇൻഫോർമൽ എക്കണോമി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട്, പല ഓപ്പർച്യൂണിറ്റീസും അവർക്ക് കിട്ടുന്നില്ല. ഈവൻ അവർക്ക് ഗവൺമെന്റിന്റെ പല ടെൻഡറുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ലേബർ വെൽഫെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കാര്യമായിട്ടുള്ള ലേബർ ബെനിഫിറ്റുകൾ ഇല്ല, ജോബുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കൺസേൺസ് ഉണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതായിട്ട്. അപ്പോൾ ഗവൺമെന്റ് MSMEയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ ഫൈനാൻസ്, അവർക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജി, അതുപോലെ തന്നെ അവർക്ക് മാർക്കറ്റ് അവൈലബിലിറ്റി ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ എക്കണോമിയിലുള്ള സ്ട്രക്ചറൽ ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. 2023 ഉദ്യം അസിസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം, അതായത് ഏകദേശം 2.39 കോടി ഇൻഫോർമൽ ആയിട്ടുള്ള മൈക്രോ എന്റർപ്രൈസുകളെ ഫോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്കുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു ഉദ്യം അസിസ്റ്റ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗോവയും തമിഴ്നാടും ഒക്കെ ട്രെഡ്സ് പ്ലാറ്റ്ഫോം, ട്രേഡ് റിസീവബിൾ ഈ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് MSMEസിന് ലിക്വിഡിറ്റി ഉറപ്പുവരുത്തിയിട്ട് പേയ്മെന്റുകൾ കൃത്യമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് COVID-19 ഡിസ്റപ്ഷൻ സമയത്ത് എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഇവർ MSMEസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്നാണ് സെൽഫ് റിലയൻ ഇന്ത്യ ഫണ്ട് എന്ന പേരിൽ 50,000 കോടി രൂപയുടെ ഫണ്ട് പ്രത്യേകിച്ചും MSMEസിന് ഇക്വിറ്റി സ്കെയിലബിൾ ആയിട്ടുള്ള MSMEസിനെ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ 10,000 കോടി ഗവൺമെന്റിൽ നിന്നും 40,000 കോടി പ്രൈവറ്റ് ഇക്വിറ്റിയിൽ നിന്നും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം, MSE CDP പോലുള്ള പ്രോഗ്രാമുകളും MSFനെ ഒരു കോമൺ ഫെസിലിറ്റി സെന്റേഴ്സ് ത്രൂ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ആ ഒരു വിചാരിച്ച ലെവലിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇതിനെയൊക്കെ അതിന്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ റൂറൽ മേഖലയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, എക്കണോമിക് സർവേ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 6-7 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. പ്രധാനമായിട്ടും റൂറൽ ഇന്ത്യയിലുള്ള സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് ആണ് ഇത്തരത്തിൽ തൊഴിലുള്ള ആൾക്കാരുടെ എണ്ണം, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കാൻ കാരണം എന്നുള്ളതാണ്. 2017-18 കാലഘട്ടത്തിൽ 23.3% ഉണ്ടായിരുന്നില്ലെങ്കിൽ 2023-24 അത് 41.7% വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. കൂടുതലായിട്ട് ഫീമെയിൽ വർക്കേഴ്സ് അൺപെയ്ഡ് വർക്കുകളിൽ നിന്ന് മാറിയിട്ട് അവർ ഈ ഒരു സർവേ, ഈ ഒരു
ലേബർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ആണ് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റൂറൽ ആയിട്ടുള്ള ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 24.6% നിന്ന് 47.6%ത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. 21 സ്റ്റേറ്റുകളിൽ 30 മുതൽ 40%-ഇടയിലാണ്. 40%-ലധികം സ്റ്റേറ്റുകളിൽ കൂടുതലുണ്ട് എന്ന് കൂടി ഓർത്ത് 7 സ്റ്റേറ്റുകളിലുണ്ട് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. സിക്കിമിൽ ഇത് 56.9% ഓർത്ത് വെക്കേണ്ടതാണ്. എന്നാൽ 2023-24 ഡാറ്റ നോക്കുമ്പോൾ നിലവിലെ 3 സ്റ്റേറ്റുകൾക്ക് ഇപ്പോഴും ഈ ഒരു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 20%-ത്തിൽ കുറവായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തത് ഡിസംബർ മാസത്തിലെ നമ്മുടെ കോർ സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 7 മന്ത് പീക്കിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഈ ഒരു കോർ സെക്ടറിന്റെ ഗ്രോത്തിൽ എന്താണ് മാറ്റം ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 8 ഇൻഡസ്ട്രീസിനെ കോർ സെക്ടർ എന്നാണ് വിളിക്കുക. കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി, സ്റ്റീൽ, സിമെന്റ്, ഫെർട്ടിലൈസർ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യയുടെ 8 കോർ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ 7 മാസത്തിൽ ഏറ്റവും ഹൈ റേറ്റിലേക്ക് വന്നു എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇയർ ടു ഇയർ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് അത് 4.4% മാത്രമേ വർധനവുണ്ട്. സ്ലോ ചെയ്തിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 7 മാസത്തിലെ ഹൈ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസംബർ 2023 കമ്പയർ ചെയ്യുമ്പോൾ 8-ൽ 7 സെക്ടേഴ്സിലും ഗ്രോത്ത് ഉണ്ടായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ആണ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുള്ളത്, 0.6% കുറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ 1.8% കുറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 8 സെക്ടേഴ്സും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നവംബർ മാസത്തെ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ പ്രൊഡക്ഷൻ ആണ്. കോളും സ്റ്റീലും അതുപോലെ തന്നെ സിമെന്റിലൊക്കെ മാർച്ച് 2024 ശേഷമുള്ള ഏറ്റവും ബെസ്റ്റ് വാല്യൂസിലേക്ക് എത്തിയിട്ടുണ്ട്. അതേ സമയത്ത് റിഫൈനറി പ്രൊഡക്റ്റുകളും ഫെർട്ടിലൈസറും ഒക്കെ 13 മാസത്തെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 9 മാസങ്ങളിലായിട്ട്, അതായത് 2024-25 3 ക്വാർട്ടേഴ്സ് 9 മാസങ്ങളിലായിട്ട് കോർ സെക്ടറിന് 4.2% ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കുക. പക്ഷെ കഴിഞ്ഞ വർഷം ഇത് 8.3% ആണ് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ക്രൂഡ് ഓയിലിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ഇത് 2024-25 കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 2.1% ഒരു കുറവ് ഉണ്ടായിട്ടുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇലക്ട്രിക് മൊബിലിറ്റി ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇൻഡിജിനൈസേഷൻ എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇതും എക്കണോമിക് സർവേയുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ രാജ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ കൂടുതൽ കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ നമ്മുടെ രാജ്യത്ത് ഇൻഡിജിനൈസ് ആയിട്ട് രാജ്യത്തിനകത്ത് തന്നെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർവേ പ്രത്യേകിച്ചും ഇന്ത്യയിലെ 33ഓളം ക്രിട്ടിക്കൽ മിനറലുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ കൂടുതൽ കൊണ്ടുവരണമെന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഇൻഡിജിനൈസേഷൻ ആവശ്യമാണെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതും എക്കണോമിക് സർവേയിൽ നിന്നുള്ളതാണ്. ഹോസ്റ്റൈൽ ആയിട്ടുള്ള വർക്ക് കൾച്ചർ, വളരെയധികമുള്ള വർക്ക് അവേഴ്സ്, ഇത് ഇന്ത്യയുടെ മെന്റൽ ഹെൽത്തിനെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രത്യേകിച്ച് വർക്കേഴ്സിനെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക് സർവേയിലാണ് ഇതും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വർക്ക് കൾച്ചർ വളരെ മോശമായതും അതുപോലെ ലോങ് ആയിട്ടുള്ള അവേഴ്സ്, ഒരുപാട് നേരം ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും ഒക്കെ നമ്മുടെ രാജ്യത്തെ ആൾക്കാരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് ഓർക്കുക. പ്രത്യേകിച്ചും ഈ ഒരു വർക്ക് കൾച്ചറുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തുകൂടി വെക്കുക. കാരണം ഏണസ്റ്റ് ആൻഡ് യങ്ങിലെ ഒരു എക്സിക്യൂട്ടീവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക് വർക്ക് കൾച്ചർ, ടോക്സിക് വർക്ക് കൾച്ചറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്താണ് അത് എക്കണോമിക് സർവേയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ സ്കില്ല് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നതായിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇത് എപ്പോഴും പറയാറുള്ളതാണ്. ആ പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനാവശ്യമായിട്ടുള്ള സ്കില്ലിംഗ് പ്രോഗ്രാമുകൾ നടത്തണം എന്നാണ് ഈ ഒരു എക്കണോമിക് സർവേയിൽ പറയുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് എന്റർപ്രണർഷിപ്പിന്റെ ഒരു വർധനമായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ് എക്കണോമിക് സർവേയിൽ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളോടും സപ്പോർട്ടോടും കൂടിയിട്ട് ഒരുപാട് എന്റർപ്രണർഷിപ്പ് ഫേംസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്റർപ്രണർഷിപ്പ് ഫേംസ് വരുന്നത് നമ്മുടെ രാജ്യത്ത് ഈ ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത് നമ്മുടെ രാജ്യത്ത് ഈ ഒരു സ്വയം സംരംഭകത്വം അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് കാണാം എന്നുള്ളതാണ് എക്കണോമിക് സർവേയിൽ പറയുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക.